ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത് എങ്ങനെയാണ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് വരുന്ന ഒരു കസ്റ്റമറെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഒരു ടാഗിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കൺവേർട്ട് കിറ്റിൻ്റെ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഇവിടെ ഓട്ടോമേറ്റ് എന്നുള്ള ഈ ഒരു ടാബിൽ വന്നതിന് ശേഷം അവിടെ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. റൂൾസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റൂൾസ് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഒത്തിരി റൂൾസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു റൂൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ന്യൂ റൂൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ റൂൾ എന്നുള്ളതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ ആയിരിക്കും വരും. നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് ടു എ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ട് ഫോം, ഞാനിവിടെ ഫോം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവരെ ആഡ് ടാഗ്, ഒരു ടാഗ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ആഡ് ടാഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഏത് ടാഗാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ എൻക്വയറീസ് എന്നുള്ള ടാഗ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ സേവ് റൂൾ കൊടുത്തു. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ പേരും ഇമെയിൽ ഐ ഡിയും കൊടുത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരെ മൊത്തത്തിൽ എന്ത് ചെയ്യും, നേരെ എൻക്വയറീസ് എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ടാഗിലേക്ക് ഓട്ടോമാറ്റിക്കലി മാപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫോമിൽ വരുന്ന ആൾക്കാരെ നേരെ നമ്മൾ ടാഗിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.